പ്രിയരെ, വിശ്വാസ പരിശീലനം കുടുംബങ്ങളിൽ എന്ന ആപ്തവാക്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വിശ്വാസ പരിശീലന പദ്ധതികളാണ് ഈ വർഷത്തിൽ വിഭാവനം ചെയ്യുന്നത്. ഈ ആപ്തവാക്യത്തോടെ ചേർന്ന് നിന്ന് പുൽപ്പമ്പ് ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് 1182 ഇറ്റലിയിലെ അസീസി എന്ന പട്ടണത്തിൽ ധനികനായ പീറ്റർ ബെർണാഡിന്റെയും പിക്കയുടെയും മൂത്ത മകനായി ഫ്രാൻസിസ് ജനിച്ചു. അമ്മ ഫ്രാൻസിസിനെ പ്രസവിക്കാറായപ്പോൾ ഒരു അജ്ഞാത മനുഷ്യൻ ആ സ്ത്രീയോട് അടുത്തുള്ള കലിത്തൊഴുത്തിലേക്ക് പോകുവാൻ ഉപദേശിച്ചു. അവൾ അങ്ങനെ ചെയ്യുകയും ഫ്രാൻസിസ് ക്രിസ്തുവിനെ പോലെ ജനിക്കുകയും ചെയ്തു. ഫ്രാൻസിസിന്റെ പിതാവ് പ്രമുഖനായ ഒരു പട്ടു വ്യാപാരിയായിരുന്നു. ബാല്യം മുതലേ ഫ്രാൻസിസിന് സൈന്യത്തിൽ ചേരുവാനും യുദ്ധം ചെയ്യുവാനും വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ തങ്ങളുടെ ഗ്രാമമായ അസീസി അയൽ പട്ടണമായ പെറൂജിയയുമായി യുദ്ധം ആരംഭിച്ചു. അപ്പോൾ ഫ്രാൻസിസിന് 19 വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. യുദ്ധത്തിൽ പങ്കെടുത്ത് തന്റെ നാട്ടുകാരുടെ മുൻപിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കുവാനും സൈന്യത്തിൽ വലിയ സ്ഥാനം ലഭിക്കണമെന്നും ഫ്രാൻസിസ് ആഗ്രഹിച്ചു. അങ്ങനെ യുദ്ധമുന്നണിയിൽ ഫ്രാൻസിസ് പടച്ചട്ടയണിഞ്ഞ് സ്പോളേറ്റ താഴ്വരയിൽ എത്തിച്ചേർന്നു. അസീസി പട യുദ്ധത്തിൽ പരാജയപ്പെടുകയും ഫ്രാൻസിസും കൂട്ടരും പെറൂജിയയുടെ തടവുകാരാകുകയും ചെയ്തു. നീണ്ട ഒരു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഫ്രാൻസിസ് തന്റെ നാടായ അസീസിയിലേക്ക് തിരിച്ചെത്തിയ ഫ്രാൻസിസ് രോഗബാധിതനായി തീർന്നു. രോഗാവസ്ഥ നൽകിയ ശൂന്യതാബോധം ഫ്രാൻസിസിൽ നിത്യസത്യങ്ങളെ പറ്റിയുള്ള ചിന്ത ഉണർത്തി. ആഡംബരത്തിന്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞുമാറ്റി ലാളിത്യത്തിന്റെ വസ്ത്രങ്ങൾ ധരിച്ച് ഫ്രാൻസിസ് അസീസിയിലെ തെരുവുകളിലേക്ക് ഇറങ്ങി. തുടർന്ന് ഫ്രാൻസിസ് അസീസിയിലും പരിസരങ്ങളിലും ചുറ്റി നടന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പ്രസംഗിക്കുവാൻ തുടങ്ങി. ഫ്രാൻസിസിന്റെ പ്രസംഗം കേട്ട് ധാരാളം യുവാക്കൾ അദ്ദേഹത്തിന്റെ അനുയായികളായി തീർന്നു. അവർക്കു വേണ്ടി ഫ്രാൻസിസ് ഒരു നിയമാവലി എഴുതി തയ്യാറാക്കി. ഈ പുതിയ സന്യാസ സമൂഹത്തിനും നിയമാവലിക്കും അംഗീകാരം ലഭിക്കുവാൻ അദ്ദേഹം റോമിലേക്ക് യാത്രയായി. അന്ന് റോമ ഭരിച്ചിരുന്നത് ഇന്നസെന്റ് 3-ാമൻ പാപ്പ ആയിരുന്നു. സഭ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ പാപ്പയുടെ മനസ്സ് ആകുലപ്പെട്ടിരുന്നു. ഈ സന്ദർഭത്തിലാണ് മുഷിഞ്ഞതും കീറിപ്പറഞ്ഞതുമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഫ്രാൻസിസും സന്യാസ സഹോദരങ്ങളും പാപ്പയെ കാണുവാൻ എത്തിയത്. അവർ പത്രോസിന്റെ പിൻഗാമിയുടെ സിംഹാസനത്തിന് മുൻപിൽ മുട്ടിന്മേൽ നിന്നു. സഭയിലെ പ്രശ്നങ്ങളിൽ ആകുലനായിരുന്ന പാപ്പ തന്റെ മുൻപിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി നിൽക്കുന്ന ഇവരെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു: നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഫ്രാൻസിസ് പാപ്പയോട് പറഞ്ഞു: പരിശുദ്ധ പിതാവേ, ദാരിദ്ര്യത്തെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സന്യാസ സഭയ്ക്കും നിയമാവലിക്കും അംഗീകാരം ലഭിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനുമുള്ള അനുവാദവും അവിടുന്ന് തരയണമേ. സഭയിലെ പ്രശ്നങ്ങളിൽ ആകുലനായിരുന്ന ഇന്നസെന്റ് 3-ാമൻ പാപ്പ അവരുടെ വാക്കുകൾ കേട്ട് രോഷാകുലനായിക്കൊണ്ട്, നിങ്ങൾ പന്നിക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് പോയി സുവിശേഷം പറയുവിൻ എന്ന് പറഞ്ഞു. പാപ്പയോടുള്ള അനുസരണത്താലും വിധേയത്താലും ഫ്രാൻസിസ് ആ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചു. ആ രാത്രിയിൽ നിദ്രയിലായിരുന്ന ഇന്നസെന്റ് 3-ാമൻ പാപ്പായ്ക്ക് ഒരു ദർശനമുണ്ടായി. തകർന്ന് നിലം പതിക്കാൻ പോകുന്ന ദേവാലയം ഒരു വ്യക്തി അതിനെ തകരാതെ താങ്ങി നിർത്തുന്നതായി പാപ്പ ദർശനത്തിൽ കണ്ടു. തകർന്ന ആ ദേവാലയം താങ്ങി നിർത്തിയ ആ വ്യക്തി കഴിഞ്ഞ ദിവസം തന്റെ അടുത്ത് വന്ന ഫ്രാൻസിസ് ആണെന്ന് പാപ്പയ്ക്ക് ആ ദർശനത്തിൽ നിന്നും മനസ്സിലായി. പാപ്പ തന്റെ സേവകരെ വിളിച്ച് ഫ്രാൻസിസിനെയും അനുയായികളെയും കണ്ടുപിടിക്കുവാനും കൂട്ടിക്കൊണ്ടുവരുവാനും കൽപ്പിച്ചു. പാപ്പയുടെ സേവകന്മാർ ഫ്രാൻസിസിനെയും സഹോദരന്മാരെയും ഒരു പന്നിക്കൂട്ടത്തിന്റെ നടുവിൽ കണ്ടെത്തി. അങ്ങനെ ഫ്രാൻസിസ് പാപ്പയോടുള്ള തന്റെ അനുസരണം അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു. പേപ്പൽ സേവകന്മാരോടൊപ്പം പാപ്പയുടെ സന്നിധിയിലെത്തിയ ഫ്രാൻസിസിനെയും സന്യാസികളായ സഹോദരന്മാരെയും കണ്ടപ്പോൾ ഇന്നസെന്റ് 3-ാമൻ പാപ്പ തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രാൻസിസിന്റെയും സന്യാസ സഹോദരന്മാരുടെയും അടുക്കിലേക്കായി ചെന്നു. എന്റെ മകനെ എന്ന് പറഞ്ഞ് പാപ്പ
ഫ്രാൻസിസിനെ ആശ്ലേഷിച്ചു. അങ്ങനെ പാപ്പ അവരുടെ സന്യാസ സമൂഹത്തെയും നിയമാവലിയെയും അംഗീകരിക്കുകയും അവർക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള അനുവാദം നൽകുകയും ചെയ്തു.